സഹ്യന്റെ മക്കളുടെ സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ യുവ കലാകാരൻ നികേഷ്. ആനകളെ അതിരറ്റ് സ്നേഹിക്കുകയും തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന നികേഷ് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഹൃദയസ്പർശിയായ ഒരു ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു. ഈ ശില്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് ഇപ്പൊ ഈ അടുത്തിടെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ആ മുറിവേറ്റൊരു ആനനെ സംരക്ഷിക്കാനായിട്ട് അതിന്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. നമ്മൾ ടിവിയിലും മറ്റു കാര്യങ്ങളിലും കണ്ടിരുന്നതാണ്. തൊട്ട ദിവസങ്ങളിൽ ആനനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അതില് മുറിവേറ്റ ഈ ആനനെ മയക്കുവെടി വെച്ചപ്പോ അതിനൊരു സംരക്ഷണം എന്ന നിലയില്, അതിനൊരു കരുതൽ എന്ന നിലയില് മറ്റൊരു ആന, ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന, അപ്പൊ അങ്ങനെ കണ്ടപ്പോ അതൊരു ശില്പമാക്കി ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പം ചെയ്യാനായിട്ട് തുനിഞ്ഞത്. കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യം ശില്പമാക്കിയതിന് തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുന്നതിൽ നിന്നാണ് ഗജശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മോഹം ഉണ്ടായത്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5ഓളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത്. ചലിക്കുന്ന ഒട്ടകത്തെയും ഈ യുവശില്പി നിർമ്മിച്ചിട്ടുണ്ട്.